നമ്മോടൊപ്പം മന്ത്രി വി എൻ വാസവൻ ചേരുകയാണ്. എന്തായാലും സമ്മേളനം കൊല്ലത്തെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ കൊല്ലത്തെ സമ്മേളനത്തിന്റെ ഒരു ആവേശവും അതിന്റെ പ്രാധാന്യവും? തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വലിയ സ്വാധീനവും വളക്കൂറുള്ളൊരു മണ്ണാണ് കൊല്ലം. ആതിഥേയ സംസ്കാരത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന കൊല്ലം ജില്ല സമ്മേളനത്തെ ആ അർത്ഥത്തിൽ തന്നെ വരവേൽക്കുന്നതിന് വേണ്ടി ആബാലവൃദ്ധം ജനങ്ങൾ ആവേശപൂർവ്വം വളരെ ആഘോഷപൂർവ്വം അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന അവസരമാണ് ഇവിടെ എങ്ങും കാണാൻ കഴിയുന്നത്. അതിനനുസരിച്ച് പ്രതിനിധികളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ 9:30 പതാക ഉയർത്തൽ നടക്കും. 10:30 ഉദ്ഘാടനം നടക്കും. തുടർന്ന് 500-ൽ പരം പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം ബഹുമാനപ്പെട്ട നമ്മുടെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രകാശ് കാരാട്ട് കോർഡിനേറ്റർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട് ഗോവിന്ദ മാഷും നവകേരളത്തിൻ്റെ പുതുവഴികൾ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. തുടർന്ന് ചർച്ചകൾ നടക്കും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾക്ക് ശേഷം മറുപടി, പിന്നീട് തെരഞ്ഞെടുപ്പ്. സാധാരണഗതിയിൽ സമ്മേളനം നടക്കുമ്പോൾ CPM-ലെ പ്രശ്നങ്ങൾ, വിഭാഗീയത, അങ്ങനെയുള്ള ചർച്ചകളാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഇത്തവണ അതില്ല, പകരം തുടർ ഭരണം എന്നുള്ള വാക്കുകളാണ് തുടർച്ചയായി കേൾക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു ചർച്ച? കാരണം തുടർ ഭരണം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും എതിരാളികളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നൊരവസ്ഥയിൽ നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്നത് ഞങ്ങൾ പറയുന്നത് ശരിയാണെന്നുള്ള രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നില്ല. ഇപ്പോൾ കനകോലൂരിൻ്റെ റിപ്പോർട്ടായിരുന്നാലും ശരി, അതുപോലെ തന്നെ തരൂരിൻ്റെ പ്രതികരണങ്ങളായിരുന്നാലും ശരി, അതുപോലെ കോൺഗ്രസിൻ്റെ ഉന്നതനായ പല നേതാക്കന്മാരും അഭിപ്രായ പ്രകടനം നടത്തി കഴിഞ്ഞു. കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും, 3ാം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്ന രൂപത്തിലുള്ള പൊതു ചർച്ച ഞങ്ങളിൽ മാത്രമല്ല രാഷ്ട്രീയ എതിരാളികളിലും വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം അത്രത്തോളം കേരളത്തിൻ്റെ പുരോഗതിയിൽ നിർണായകമായ പങ്ക് വഹിച്ചൊരു നവകേരള സൃഷ്ടി നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങുകയാണ്. എല്ലാവരിലും അഭിപ്രായവും അത്തരത്തിൽ ഉയർന്നു വന്നിരിക്കുന്നു. അത്തരം ഒരു പൊതു സാഹചര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല വികസന രംഗത്തെ വിസ്മയങ്ങൾ തീർത്തും ക്ഷേമപ്രവർത്തനങ്ങളിൽ പുരോഗതിയായി മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് വീണ്ടും ഈ മുന്നണി അധികാരത്തിൽ വരും എന്നെല്ലാവരും അഭിപ്രായപ്പെടുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും എല്ലാവരും ഒരേ തരത്തിൽ അഭിപ്രായപ്പെടുന്നത് പോലെ ഈ സാധാരണഗതിയിൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണെങ്കിൽ ഇത്തവണ തുടർഭരണമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം.